സംസ്ഥാനത്ത് പാമ്പുകടി കേസുകൾ ആശങ്കാജനകമാംവിധം വർദ്ധിക്കുന്നു. ഇന്നലെ മാത്രം പാമ്പ് കടിയേറ്റ് 108 ആംബുലൻസ് സഹായം തേടിയത് 23 പേരാണ്. പാമ്പ് കടിച്ചെന്ന് സംശയം തോന്നിയ 9 പേരും ആംബുലൻസ് വിളിച്ചു. പരിക്കേറ്റവരെയെല്ലാം ആന്റിവെനം സൗകര്യമുള്ള വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആലപ്പുഴയിൽ ഇന്നലെ മാത്രം 7 പേർക്കാണ് പാമ്പുകടിയേറ്റത്. 3-10 വയസ്സുള്ള കുട്ടികളടക്കം 5 പേർക്ക് കടിയേറ്റു. ഇതിൽ 2 പേരെ വണ്ടാനം മെഡിക്കൽ കോളേജിലേക്കും 3 പേരെ കായംകുളം താലൂക്ക് ആശുപത്രിയിലേക്കും മാറ്റി. തണ്ണീർമുക്കത്തും ആലപ്പുഴയിലുമായി 2 പേർക്ക് കൂടി കടിയേറ്റു. ഇവരുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണ്. കോഴിക്കോട് കുറ്റിയാടിയിൽ രമേശ് എന്നയാളുടെ വീടിനുള്ളിൽ നിന്ന് 5 വെള്ളിക്കെട്ടൻ പാമ്പുകളെ പിടികൂടി. കുട്ടികൾ ഉറങ്ങിക്കിടക്കുന്ന കിടക്കയിലാണ് ആദ്യം പാമ്പിനെ കണ്ടത്. ഉടൻ കുട്ടികളെ മാറ്റിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. കോഴിക്കോട് പുനരൂരിൽ മുഹമ്മദ് അൻസാർ എന്ന യുവാവിന് കിടക്കയിൽ വെച്ചാണ് പാമ്പ് കടിയേറ്റത്. ഇയാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ചിറയൻകീഴ് സ്വദേശി ഭുവനചന്ദ്രനാണ് പാമ്പ് കടിയേറ്റത്. ഇദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. മലപ്പുറം എടപ്പാൾ ചിറക്കൽ സ്വദേശി ഷഹല തസ്നി പാമ്പ് കടിയേറ്റ് ICUവിലാണ്. ഇന്ന് രാവിലെയാണ് സംഭവം. യുവതി നിലവിൽ അബോധാവസ്ഥയിലാണ്. തൃശൂർ ഇരിങ്ങാലക്കുട കാറളത്ത് പറമ്പിൽ പണിയെടുക്കുന്നതിനിടെ പ്രസീത എന്ന സ്ത്രീക്കും താണിശ്ശേരിയിൽ ജോലി കഴിഞ്ഞ് സാധനങ്ങൾ വാഹനത്തിൽ കയറ്റുന്നതിനിടെ സനീഷ് എന്ന യുവാവിനും പാമ്പ് കടിയേറ്റു. മഴക്കാലത്തിന് മുന്നോടിയായി പാമ്പുകൾ പുറത്തിറങ്ങാൻ സാധ്യതയുള്ളതിനാൽ പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്ന് അധികൃതർ നിർദ്ദേശിച്ചു. പാമ്പ് കടിയേറ്റാൽ ഒട്ടും വൈകാതെ ആന്റിവെനം സൗകര്യമുള്ള ആശുപത്രികളിൽ എത്തിക്കുകയാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏക മാർഗം.